ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ജൂലൈ മന്ത് റീഡിംഗ് ആണ്. ജൂലൈ മാസത്തിൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സന്തോഷങ്ങൾ, മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ വീഡിയോ ആണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുൻപായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിൽ ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ നമ്മളിന്ന് 2 കാർഡുകൾ വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് കാർഡ്, ഇത് സെക്കൻഡ് കാർഡ്. ഇത് നമ്പർ 2 ആണ്, സ്പിരിച്വൽ യൂണിയൻ. ഇത് നമ്പർ 8 ആണ്, പോസിറ്റീവ് മൂവ്മെന്റ് ഫോർവേഡ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏത് കാർഡാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ നോക്കി സെലക്ട് ചെയ്യുക. നമ്പർ 2 ആണോ നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് അത് സെലക്ട് ചെയ്യുക. കാർഡിൻ്റെ പേരാണോ, സ്പിരിച്വൽ യൂണിയൻ ആണോ ഇഷ്ടപ്പെട്ടത്, അങ്ങനെ ചെയ്യാം. ഇവിടെയും അതുപോലെ 8 നമ്പർ ഇഷ്ടപ്പെട്ടോ അത് ചെയ്യാം. അതുപോലെ തന്നെ പോസിറ്റീവ് മൂവ്മെന്റ് ഫോർവേഡ് എന്നുള്ള പേരാണോ ഇഷ്ടപ്പെട്ടത് അത് ചെയ്യാം. 2 കാർഡ്സ് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. 2 കാർഡ്സിന് ഒരുപാട് മീനിങ് ഉള്ളതാണ്, ഒത്തിരി അർത്ഥങ്ങളുള്ളതാണ് 2 കാർഡ്സ്. സെലക്ട് ചെയ്ത് കാണുമല്ല. അപ്പോൾ ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. നമ്മളിവിടെ ടാരോ കാർഡ്സ് റീഡ് ചെയ്യുന്നുണ്ട്. 6 കാർഡ്സ് എങ്കിലും എടുക്കും. പിന്നീട് നമുക്ക് ഏഞ്ചലിൻ്റെ മെസ്സേജസ് ഉണ്ട്, പിന്നെ മൂണോളജി കാർഡുണ്ട്, ഗണപതി ഭഗവാന്റെ മെസ്സേജസ് ഉണ്ട്, അതുപോലെ ഹയർ സെൽഫിൻ്റെ മെസ്സേജസ് ഉണ്ട്, പിന്നെ സോൾ ഒറക്കിൾസ് ഉണ്ട്. ഇത്രയും കാർഡ്സാണ് നമ്മൾ റീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇത്രയും ഡെക്കുകളിൽ നിന്നും കാർഡ്സ് എടുക്കുന്നുണ്ട്. 2-3 കാർഡ്സ് വീതം എടുക്കും. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. നമുക്ക് എന്ത് സന്തോഷങ്ങളാണ് ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് ജൂൺ മാസത്തിൽ വരാൻ പോകുന്നത്. ടെൻ ഓഫ് എയർ ആണ്, 10 ഓഫ് സോഡിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് എൻഡ് ആവുകയാണ്. എൻഡിങ്സ് ആണ് സംഭവിക്കാൻ പോകുന്നത്, എൻഡ് ആവുന്നു. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഇവിടെ എൻഡ് ആവുന്നു എന്ന് കാണുന്നുണ്ട്. അതുപോലെ ഈ എൻഡ് ആവുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് വീണ്ടും സ്റ്റാർട്ടിംഗ് ആണ് പിന്നീട് ഉണ്ടാവുന്നത്. അപ്പം 10 ഓഫ് സോഡിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളെ ആരോ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം. അതുമല്ല എങ്കിൽ നിങ്ങൾ ഒരുപാട് മാനസിക പ്രയാസത്തിലാവാം. നിങ്ങൾക്കൊരു തോൽവി സംഭവിച്ചിട്ടുണ്ടാകാം. ഇവിടെ നിന്നെങ്കിലും നല്ലൊരു ചീറ്റിങ്ങോ ഒരു തോൽവി അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സംഭവിച്ചിട്ട് നിങ്ങൾ ഒരുപാട് മാനസികമായ വിഷമത്തിലാണ് എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇനി നിങ്ങൾ കുത്തേറ്റ് വീണ് കിടക്കുന്ന എനർജിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ ഒന്ന് എൻഡ് ആവുന്നു, ഒന്ന് സ്റ്റാർട്ട് ആവുന്നു. അതാ നല്ലൊരു ലൈഫിലേക്ക് ഇനി നിങ്ങൾക്ക് പോകാൻ സാധിക്കും. കാരണം നിങ്ങളുടെ കർമ്മ കുറേയൊക്കെ ഇവിടെ ഒതുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കുറേ കർമ്മ നിങ്ങളിവിടെ തീർത്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ബാഡ് കർമ്മ കുറേയൊക്കെ തീരാറായിരിക്കുന്നു. അവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇനി ഒരു നല്ല ജീവിതത്തിലേക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നത് എന്നാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ലൈഫിലേക്ക് പോകുന്നു. കണ്ടില്ലേ, ഇവിടെ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിലേക്കാണ് പോകുന്നത്. ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്? വളരെയധികം പോസിറ്റീവായ എനർജിയിലേക്ക്, ഒരു സൂര്യോദയത്തിലേക്കാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. മനസ്സിലായി? അപ്പം പിന്നെ ഒരുപാട് സൗഭാഗ്യങ്ങളിലേക്കാണ്, ഒരുപാട് സന്തോഷങ്ങളിലേക്കാണ് ഇനി നിങ്ങൾ വരാൻ പോകുന്നത് എന്നാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഈ സന്തോഷം നിങ്ങൾക്ക് ഫ്രീഡം തരുന്നതാണ്. ഇതുവരെ ഉണ്ടായിരുന്ന തരത്തിലല്ല ഇനിയുള്ള ജീവിതം. ഇനി നിങ്ങൾക്കൊരു ഫ്രീഡം കിട്ടുന്ന അവസ്ഥയിലേക്ക്, നല്ലതുപോലെ ദൈവാനുഗ്രഹം കിട്ടുന്ന അവസ്ഥയിലേക്ക് നിങ്ങളിവിടെ മാറാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്ത കാർഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോറി, കറണ്ട് പോയിരിക്കുന്നേ. ഇപ്പോൾ വരുവേ. അടുത്തതായിട്ട് 6 ഓഫ് എയർ ആണ് വന്നിരിക്കുന്നത്. അതായത് 6 ഓഫ് സോഡിൻ്റെ എനർജി. 6 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ എന്താണ്, കടന്നു പോവുകയാണ്.
എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ ഇവിടെ നിന്നും കടന്നു പോകും. അതായത് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന നെഗറ്റീവായ സാഹചര്യങ്ങളിൽ നിന്നും എന്തായാലും നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾ ചിലപ്പോൾ സ്ഥലം മാറ്റം, ജോലിയിൽ ഒരു സ്ഥലം മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് വിവാഹമൊന്നും ഇതുവരെ നടക്കാതിരുന്ന് നോക്കിയിരിക്കുന്നവർക്ക് നല്ല സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് പോകാൻ സാധിക്കും. നിങ്ങളുടെ വീട് മാറിയിട്ട് ഇപ്പോഴുള്ള വീട്ടിൽ കുറച്ച് നെഗറ്റീവായ എനർജിയാണ്, അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അവിടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടിയാണ് കഴിഞ്ഞിരുന്നതെങ്കിൽ ഇനി നിങ്ങൾക്ക് നല്ല ഒരു അവസ്ഥയിലേക്ക്, നല്ല ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അല്ല എങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലിയിൽ നിങ്ങൾക്കത് താല്പര്യമില്ലാതെയാണ് ചെയ്യുന്നത്, നല്ലൊരു ജോലി വേണം, അല്ലെങ്കിൽ മറ്റൊരു ജോലിയിലേക്ക്, മറ്റൊരു താമസ സ്ഥലത്തേക്ക് മാറണം, അല്ലെങ്കിൽ മറ്റൊരു ജോലി സ്ഥലത്തേക്ക് മാറണം എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സാധ്യമാകുന്നു. നിങ്ങൾ ഈ സമയത്ത് ഇവിടെ നിന്ന് കടന്ന് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഏതൊരു കാര്യത്തിലായാലും ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മാനസികമായ അസുഖമോ ശാരീരികമായ അസുഖമോ ഒക്കെ ഉണ്ടായിരിക്കാം. നിങ്ങളിവിടെ വളരെയധികം വിഷമിച്ച് കഴിയുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് പോസിറ്റീവായ ഒരു സാഹചര്യത്തിലേക്ക് മാറാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എന്തുകൊണ്ടും നല്ലതാണ്. ഇവിടെ നിങ്ങൾക്കൊരു വളരെ വലിയൊരു പ്രതീക്ഷ ഉണ്ടാകുന്നുണ്ട്, ഒരു ആശ്വാസം കിട്ടുന്നു, മുന്നോട്ട് പോവുകയല്ലേ, വളരെ നല്ല ആശ്വാസം കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തായിട്ടാണ് നോക്കാം. പേജ് ഓഫ് സോളിന്റെ എനർജിയാണ് ഇന്ന് നമുക്ക് വന്നിരിക്കുന്നതൊക്കെ സോഡാണല്ലോ. സോഡിന്റെ എനർജിയാണ് ഇന്ന് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. സോഡ്, എയർ സൈൻ, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി കൂടുതലായിട്ടും അവർക്ക് ബാധകമാണ്, ബാക്കിയുള്ളവർക്കും ബാധകമാണല്ല എന്നല്ല പറഞ്ഞത്. എന്നാൽ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്കൊരു പുതിയ തുടക്കം വരുന്നുണ്ട്. പുതിയ തുടക്കം, നിങ്ങൾ ഈ ഒരു തുടക്കത്തിലേക്ക് വളരെ പോസിറ്റീവായ ലൈഫിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഇത് നിങ്ങളുടെ ഒരു പുതിയ തുടക്കമാണ്. ഇവിടെ ടെൺ ഓഫ് എയർ വന്നിരിക്കുന്നത്, ടെൺ ഓഫ് സോഡിന്റെ എനർജി വന്നിരിക്കുന്നത് എന്താണ്, നിങ്ങളൊരു പുതിയ തുടക്കത്തിലേക്ക് പോവുകയാണ്, നല്ല ഒരു ലൈഫിലേക്ക് പോകുന്നു, പോസിറ്റീവായ ഒരു ലൈഫിലേക്ക് പോകുന്നു, സന്തോഷത്തിലേക്ക് പോവുകയാണ്. ഇനിയും പഴയതുപോലെയുള്ള ദുഃഖങ്ങളോ ദുരിതങ്ങളോ അനുഭവിക്കാനല്ല, ആ സമയം നിങ്ങൾക്ക് കടന്നു പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. ഇവിടെയോ പുതിയൊരു തുടക്കം, പുതിയതായിട്ടുള്ള ജോലിയിലേക്ക് പോകാം, പുതിയ ചില സാമ്പത്തിക വരുമാന മാർഗങ്ങളിലേക്ക് പോകാം, പുതിയ ചില യാത്രകൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് പോകാൻ സാധിക്കുന്നു. പുതിയ ചില യാത്രകളാകാം, ചിലപ്പോൾ ഫ്ലൈറ്റ് യാത്രയാകാം, ചിലപ്പോൾ വിദേശത്തേക്ക് ഒരു ജോലിക്ക് പോകാം. അത് നിങ്ങൾ എന്തായാലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നിങ്ങൾക്ക് അവിടെ ഇതിനൊരു സക്സസ് വരാൻ പോകുന്നു. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ വളരെ നല്ല ഒരു മാറ്റം വരുന്നു, വളരെ നല്ല ഒരു തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇത് നിങ്ങളിവിടെ ബുദ്ധിപൂർവ്വം തീരുമാനിച്ചു വെച്ചിരുന്നതാവാം ഈ ഒരു പുതിയ തുടക്കം. ഇത് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പ്രയത്നിച്ചിട്ടുണ്ടാവണം ഈ ഒരു മാറ്റത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു തുടക്കത്തിന് വേണ്ടി. ബുദ്ധിപൂർവ്വം കുറച്ച ഒരു തീരുമാനമാണ് അത്. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ആലോചിച്ച് തീരുമാനിച്ചിട്ടുള്ള കാര്യമായിരിക്കണം. മനസ്സിലായി? ചിലപ്പോൾ എന്തെങ്കിലും കോഴ്സുകൾ പഠിക്കാനാവാം, അല്ലെങ്കിൽ പുതിയൊരു ജോലിയിലേക്ക് പോകാനും ആവാം, പുതിയ ചില സ്ഥലങ്ങളിലേക്ക് പോകാനും ആവാം. അടുത്തായിട്ട് ഹാങ്ഡ് മാന്റെ എനർജിയാണ്, പക്ഷേ അവേക്കണിംഗ് ആണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു എനർജിയുടെ കണ്ടില്ലേ, ഇവിടെ തലകുത്തി നിൽക്കുകയാണ്, ചില കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇവിടെ അവേക്കണിംഗ് സംഭവിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. തിരിച്ചറിവിലൂടെ മുന്നോട്ട് വരാൻ സാധിക്കുന്നു, ഒരു ബോധോദയം ഉണ്ടാവുകയാണ്. ചില കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റാതെ വിഷമിച്ചിരിക്കുമ്പോൾ ഒന്നുകൂടി ആലോചിച്ച് കഴിയുമ്പോൾ, വളരെയധികം ബുദ്ധിയുള്ള വ്യക്തിയാണ്, പക്ഷെ ഒന്നുകൂടി ആലോചിച്ച് കഴിഞ്ഞാൽ മാത്രമേ, സമാധാനമായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു കാര്യത്തിന്, ആലോചിക്കുന്ന കാര്യത്തിന് ഒരു സൊല്യൂഷൻ കിട്ടുകയുള്ളൂ, ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയുന്നുള്ളൂ. ഇവിടെ ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് കുഴങ്ങുന്നു. പക്ഷെ അവിടെ അത് സമാധാനമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന് റിസൾട്ട് കൊണ്ടുവരാൻ കഴിയും, അതിന് മനസ്സിലാക്കാൻ സാധിക്കും അതെന്താണ് വേണ്ടത്, ആ ഒരു ഏത് മാർഗത്തിലൂടെ മുന്നോട്ട് പോകണം, എന്തിനു വേണ്ടിയാണ് ചിന്തിക്കുന്നത്, അതെങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ കാര്യത്തിന് സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത് ഇവിടെ പിന്നീട് മനസ്സിലാകുന്നു എന്നുള്ളതാണ്. ഒരു അവേക്കണിംഗ് സംഭവിച്ചിട്ട് മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്പർ 3 ആണ്, ദൈവാനുഗ്രഹമാണ് വരാൻ പോകുന്നത്. അടുത്തായിട്ട് ഏസ് ഓഫ് ഫയർ ആണ്.
ഏസ് ഓഫ് ഫയർ എന്ന് പറയുമ്പോൾ ഏസ് ഓഫ് വാൺസിന്റെ എനർജി, വാൺസ് എന്ന് പറയുമ്പോൾ വാൺസ് ഫയർ സൈൻ, ഏരീസ് ലിയോ സജിറ്റേറിയസ് എനർജി. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ വരുന്നു എന്നുള്ളതാണ്. എന്തിന്റെ അവസരങ്ങൾ? ജോലിക്കാര്യങ്ങളിൽ. നിങ്ങൾ ഏതെങ്കിലും ജോലിക്കാര്യങ്ങളിൽ ഒരു തുടക്കം നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഒരു ബിസിനസ്സിൽ ഒരു തുടക്കം നിങ്ങൾക്ക് ഇപ്പോൾ സാധിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ അതിന് ശ്രമിച്ചിട്ട് അത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു, ഒരു തുടക്കം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഓഫീസിലെ കാര്യങ്ങളാവാം, നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിലെ കാര്യങ്ങളാവാം, അതുപോലെ നിങ്ങൾ ജോലി ചെയ്യുന്ന ഏത് സ്ഥലങ്ങളിലാണോ, ഏത് കാര്യത്തിലാണോ നിങ്ങളിവിടെ ഒരു തുടക്കം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു, അത് വളരെയധികം ആവേശത്തോടു കൂടി, മനസ്സിലായോ, ആക്ഷൻ എടുക്കാൻ പോകുന്നു. അത് നിങ്ങളുടെ ഒരു ക്രിയേറ്റീവ് എനർജിയാണ്, മനസ്സിലായി. ഈ ഒരു സക്സസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജി തന്നെയാണ്. അപ്പോൾ ഇതിലൂടെയാണ് നിങ്ങൾക്ക് അവസരം കണ്ടെത്തി മുന്നോട്ട് വരാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു അവസരം വന്നിട്ടുണ്ട്, ഒരു പുതിയ തുടക്കത്തിന് നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങളിൽ സാമ്പത്തിക വരുമാനം വർദ്ധിപ്പിക്കാനൊക്കെയുള്ള ചില മാർഗങ്ങൾ നിങ്ങൾ പുതിയതായിട്ട് തിരഞ്ഞെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ടെൻ ഓഫ് വാട്ടർ, ടെൻ ഓഫ് കപ്സിന്റെ എനർജിയാണ്. അപ്പോൾ ടെൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിറഞ്ഞ സന്തോഷം, ഫാമിലി സഹിതം ഒരുപാട് അനുഗ്രഹത്തോടുകൂടി, ദൈവാനുഗ്രഹത്തോടുകൂടി ഒത്തിരി സ്നേഹത്തിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ, മനസ്സിലായി. ഇവിടെ അപ്പോൾ പിരിഞ്ഞിരുന്നവർ വീണ്ടും ഒന്നുചേരുന്ന എനർജി. ചിലപ്പോൾ കോടതി വഴി കേസുകളിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ ഒരു അകൽച്ച സംഭവിച്ചിട്ടുണ്ടാവാം, അതിലൂടെ നിങ്ങൾ മുന്നോട്ട് വരുന്ന എനർജി ആവാം. ആ കേസുകളിൽ ഉൾപ്പെട്ട് നിങ്ങൾ നല്ല രീതിയിലൊക്കെ സംസാരിച്ചിട്ട് രണ്ടുപേരും കൂടി ഒന്നിച്ച് ചേരുന്ന എനർജി ആവാം. അത് ഫാമിലി സഹിതം കുട്ടികൾ ഒന്ന് ചേർന്ന് മുന്നോട്ട് വീണ്ടും ഒരു ഫാമിലിയിലേക്ക്, വീണ്ടും നല്ല സന്തോഷങ്ങളിലേക്ക്, കുടുംബത്തിൻ്റെതായ സന്തോഷങ്ങളിലേക്ക് വീണ്ടും ഒത്തുചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ടെൻ ഓഫ് കപ്സ് ആണ്, നിറഞ്ഞ സന്തോഷം. നിറഞ്ഞ സന്തോഷത്തിലേക്ക് വീണ്ടും ഫാമിലി സഹിതം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമ്മളിപ്പോൾ 6 കാർഡ്സ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ ബോട്ടം വന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. 6 ഓഫ് വാട്ടറിന്റെ എനർജിയാണ്, 6 ഓഫ് കപ്സിന്റെ എനർജി. നിങ്ങളോട് ശത്രുത ഭാവിച്ചിരുന്നവർ വീണ്ടും ഒന്ന് ചേരാൻ വരുന്നു. ആർക്കെങ്കിലും നിങ്ങളോട് ശത്രുത ഉണ്ടായിരുന്നു, നിങ്ങളോട് പിണങ്ങിയിരിക്കുന്ന സുഹൃത്തുക്കളുണ്ടോ, അതുപോലെ നിങ്ങളുടെ കപ്പിൾസിലായാലും അതുപോലെ ലവേഴ്സിന്റെ ഇടയിലായാലും എന്തെങ്കിലും പിണക്കം ഉണ്ടായിട്ട് വീണ്ടും ഒന്ന് ചേരുന്ന എനർജിയാണ് 6 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ നിഷ്കളങ്ക പ്രണയത്തിന്റെ, പിന്നെ പണ്ടുണ്ടായിരുന്ന മെമ്മറീസ്, ബാല്യകാലത്തൊക്കെ ഉണ്ടായിരുന്ന മെമ്മറീസിന് ഓർമ്മ വരുന്നു. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടി ആദ്യം തന്നെ ആ പ്രണയം പങ്കുവെച്ച സമയത്തുള്ള ഓർമ്മകളെ അയവിറക്കുന്നു. വീണ്ടും ഓർമ്മകൾ പുതുക്കി നല്ലൊരു സ്നേഹത്തിലേക്ക് വരുന്നു, ശത്രുത മാറുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നോ കോണ്ടാക്ട് അവസ്ഥയിലൊക്കെ ഇരിക്കുന്നവർ ഒന്ന് ചേർന്ന് വീണ്ടും മുന്നോട്ട് വരുന്നു. ഒരു സിൻസിയർ ലവ് ആയിരുന്നു നിങ്ങളുടേത് എന്ന് കാണുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ഒരു സോൾമേറ്റ് കണക്ഷൻ, സിൻസിയർ ലവ് ഒക്കെയാണ് കാണുന്നത്. നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് തന്നെ ആയിരിക്കാം. നമുക്ക് നോക്കാം, ഏഞ്ചൽസിന്റെ മെസ്സേജ് നോക്കാം. മൂന്ന് കാർഡ്സ് എടുത്തിട്ടുണ്ട്. ഇംപ്രൂവിങ് ഹെൽത്ത് എന്ന് വന്നിട്ടുണ്ട്. ആർക്കെങ്കിലുമൊക്കെ ഹെൽത്തിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്ന് ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കൂ എന്നുള്ളത് പറയുന്നു. അതിനായിട്ട് എന്താണ് വേണ്ടത്? ബി അസർട്ടീവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബി അസർട്ടീവ്, നിങ്ങൾ ശുഭാപ്തി വിശ്വാസമുള്ളവരാകും. അങ്ങനെ വേണം. നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ സംശയിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പാടില്ല. നമ്മളിപ്പോൾ ഒരു ജോലിക്ക് പോകുന്നു, സംശയിച്ച് ഇതിൽ എന്തെങ്കിലും കിട്ടുമോ, ഇതിലൊരു വരുമാനം കിട്ടുമോ, അതല്ല ഇതിന് എന്തെങ്കിലും ഒരു പ്രോഗ്രസ് ഉണ്ടാവും, ഇങ്ങനെയൊക്കെയുള്ള സംശയം പാടില്ല. ഒരു വ്യക്തിയെ നമ്മൾ സ്നേഹിക്കുന്നു, അവിടെ ഒരു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഒപ്പം ഉള്ള പാർട്ട്ണറെ എപ്പോഴും ഇങ്ങനെ സംശയിച്ചുകൊണ്ട് പാടില്ല. അവരിലൊരു വിശ്വാസം കൊടുക്കണം, ട്രസ്റ്റ് ചെയ്യണം, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യണം, മനസ്സിലായി. അങ്ങനെയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ശുഭാപ്തി വിശ്വാസം ഉണ്ടാകും. ഈ അസർട്ടീവ്, ശുഭാപ്തി വിശ്വാസമുള്ളവരാകൂ. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഉള്ളിലൊരു കോൺഫിഡൻസ്, അവിടെ നമ്മളൊരു ശുഭാപ്തി വിശ്വാസം കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകും. അതുകൊണ്ട് തന്നെ ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളോട് ശുഭാപ്തി വിശ്വാസമുള്ളവരാകൂ എന്നുള്ളതാണ്.
ചൂസ് എ ന്യൂ ഡയറക്ഷൻ. എന്തായാലും നിങ്ങൾക്ക് പുതിയൊരു ഡയറക്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ, ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, നിങ്ങൾക്ക് പുതിയതായിട്ട് നിൽക്കുന്നിടം കൊള്ളില്ല, നെഗറ്റീവായ എനർജിയാണ് അവിടെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, നിങ്ങൾക്ക് ഒരു പുതിയ ഡയറക്ഷനിലേക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിട്ട് നടത്തണം. എന്തെങ്കിലും പ്രശ്നങ്ങൾ നിമിത്തം നിങ്ങൾക്കൊരു പരാജയം സംഭവിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ എന്താണ്, ഇനി കോടതി കേസുകളിലൊക്കെ ആണെങ്കിൽ ക്ലിയറായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാഞ്ഞത് നിമിത്തം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ സംസാരിക്കുക. അത് നിങ്ങളുടെ വീട്ടിലായാലും നിങ്ങൾ ഉൾപ്പെടുന്ന സൊസൈറ്റിയിലായാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾക്ക് തീർച്ചയായിട്ടും ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്ത് തന്നെ മുന്നോട്ട് പോകുന്നത് ഏറ്റവും നന്നായിരിക്കും. അതാണ് നമുക്കിവിടെ ഏഞ്ചൽസ് പറയുന്നത്. അതോടൊപ്പം ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കണം. പുതിയ ചില വഴികളിലേക്ക് പോകുന്നതും വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് കാണുന്നത്. പഴയ വഴി മോശമാണെങ്കിൽ നിങ്ങൾക്ക് പുതിയത് സെലക്ട് ചെയ്യാവുന്നതാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. നമുക്ക് മോണോളജി കാർഡ് നോക്കാവേ. യുവർ ഡ്രീംസിനിടെ പ്രാക്ടിക്കൽ പ്ലാൻ. നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാക്കണോ? നിങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ടോ? ഒത്തിരി സ്വപ്നങ്ങളുണ്ട്, പക്ഷേ ഇതൊക്കെ സാക്ഷാത്കരിക്കണമെങ്കിൽ എന്താണ്, ആഗ്രഹമുണ്ട്, ഇതൊക്കെ എല്ലാം നടന്നു കിട്ടണം എന്നല്ലേ. പക്ഷെ അത് സാക്ഷാത്കരിക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? പ്രാക്ടിക്കലായിട്ടുള്ള പ്ലാനുകൾ കൂടി ഉണ്ടായിരിക്കണം. മനസ്സിലായോ? അതാണ് ഇവിടെ പറയുന്നത്. ആഗ്രഹങ്ങൾ സഫലമാകണം, സ്വപ്നങ്ങൾ സഫലമാകണമെങ്കിൽ വെറുതെ ഇരുന്നാൽ പറ്റില്ല. പ്രാക്ടിക്കലായിട്ടുള്ള പ്ലാനുകളും കൂടി അത്യാവശ്യമാണ്. അതിനായിട്ട് നേരത്തെ പ്ലാൻ ചെയ്തിരിക്കണം. ഇവിടെ വന്നിരിക്കുന്നത് വർക്ക് ത്രൂ യുവർ ഫിയേഴ്സ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേടി, നിങ്ങളുടെ ഉള്ളിൽ പേടി ഉണ്ടാകും. പ്രത്യേകിച്ചും സ്കോർപിയോ, ന്യൂമൂൺ ഈസ് സ്കോർപിയോ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്കോർപിയോയിലുള്ളവർക്ക്, സ്കോർപിയോ എന്ന് പറയുമ്പോൾ വൃശ്ചിക മാസമാണ്. വൃശ്ചികത്തിൽ എന്താണ്, വിശാഖം, അനിഴം, തൃക്കേട്ട നാളുകൾ, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ മതിയാകും ഉള്ളിൽ പേടി അനുഭവിക്കും. ഈ പേടി പെട്ടെന്നൊന്നും മാറുകയുമില്ല. ആരെങ്കിലും എന്തെങ്കിലും നിസ്സാരമായ ഒരു കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് നെഗറ്റീവ് ആകുക, അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടേയിരിക്കും, പേടിക്കുന്ന സ്വഭാവത്തിൽ ഇരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ ഈ പേടിക്കെതിരായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യൂ എന്നുള്ളത്. പേടിക്കെതിരായിട്ട് വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും നിങ്ങളുടെ ആ മെന്റാലിറ്റി മാറ്റിയെടുക്കുക. ഇതൊന്നുമില്ല, റിയാലിറ്റിയിലേക്ക് വരാൻ ശ്രമിക്കുക. അത്രമാത്രം ചെയ്താൽ മതി. അതാണ് നമ്മളിവിടെ. പിന്നെ വിൻ ഔട്ട്കം ഈസ് ഫോർകാസ്റ്റ്. ഫുൾ മൂണിൽ ലീബ്രയാണ് വന്നിരിക്കുന്നത്. അതുപോലെ എ ന്യൂ സ്റ്റാർട്ട് ഈസ് കമ്മിങ്. നിങ്ങൾക്കൊരു സക്സസ് വരാൻ പോകുന്നു. അതുപോലെ തന്നെ എന്താണ്, വിൻ ഔട്ട്കം ഈസ് ഫോറസ്റ്റ്. നിങ്ങൾ ചെയ്തിട്ടുള്ളതിൻ്റെ എന്ത് ജോലിയിലാണോ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്കൊരു ജസ്റ്റിസ് വരുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് നീതി കിട്ടാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ദൈവാനുഗ്രഹം വരാൻ പോകുന്നുണ്ട്. നിങ്ങൾക്കൊരു ഔട്ട്കം വരും. ചെയ്തു വെച്ചിരിക്കുന്ന കാര്യത്തിന് നല്ല കാര്യങ്ങൾ, നന്മയാണോ നിങ്ങൾ ചെയ്തിരിക്കുന്നത്? മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്ന തരത്തിലുള്ള പ്രവൃത്തികളൊന്നും നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ഒരു സക്സസ് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു. ന്യൂമൂൺ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. അതിന് ഏത് കാര്യത്തിലായാലും, ഒരു പുതിയ ജോലിയാവാം, അല്ലെങ്കിൽ വിവാഹം നടക്കാം, അതുമല്ലെങ്കിൽ ഒരു പുതിയ പാർട്ട്ണറെ കിട്ടാം, ഇനി അതുമല്ലെങ്കിൽ വീട്ടിലൊരു കുട്ടിയുടെ ജന്മമാകാം, ഏതെങ്കിലും ഒരു വാഹനം വാങ്ങിക്കാം, പുതിയൊരു വീടോ, എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകാം അപ്പോഴൊക്കെ നിങ്ങൾക്ക് എന്താണ്, ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകാൻ സാധിക്കും, സന്തോഷത്തിലേക്കും പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് സോൾ മെസ്സേജസ് നോക്കാവേ. നിങ്ങളുടെ സോൾ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. നേച്ചർ ഈസ് കാളിംഗ് ഫോർ യു. ഇല്ലേ, നേച്ചർ, നിങ്ങൾ പ്രകൃതി വിളിക്കുന്നുണ്ട്. പ്രകൃതിയുമായിട്ട് യോജിച്ച് മുന്നോട്ട് പോകണം. കാരണം പ്രകൃതിയെ സ്നേഹിക്കണം നിങ്ങൾ.
ചെടികളെ സ്നേഹിക്കണം. ചെടികളെ ഒന്നും അല്ലെങ്കിൽ മരങ്ങളെ വെട്ടി നശിപ്പിക്കാൻ പാടില്ല. ഓക്സിജൻ റിലീസ് ചെയ്യുന്ന ഒരുപാട് മരങ്ങളുണ്ട്. അവയൊക്കെ ആശ്രയിക്കാവുന്നതാണ്, അതിനെയൊക്കെ സ്നേഹിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ പ്രകൃതിയിലുള്ള ജീവജാലങ്ങളെ സ്നേഹിക്കാവുന്നതാണ്, പക്ഷികളെ സ്നേഹിക്കണം. ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതി നിങ്ങളെ വിളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ ടച്ച് ചെയ്യാൻ ഒരു ഹീലിംഗ് ഇഫക്റ്റ് ഉള്ള ചെടികളുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ അത് സ്വീകരിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ റീ എനർജൈസ് ഇൻ ദ നാച്ചുറൽ വേൾഡ്. നാച്ചുറൽ വേൾഡിലേക്ക് വീണ്ടും നിങ്ങൾ എനർജൈസ് ചെയ്യൂ എന്നുള്ളതാണ്. എനർജി സ്വീകരിക്കൂ. നാച്ചുറൽ വേൾഡിൽ നിന്നും, സ്വാഭാവികമായ പ്രകൃതിയിൽ നിന്നും നിങ്ങൾ എന്ത് സ്വീകരിക്കൂ എന്നാണ്? എനർജി സ്വീകരിക്കൂ എന്നുള്ളതാണ്. അതിനായിട്ട് എന്താ ചെയ്യേണ്ടത്? അത് രാവിലെ എഴുന്നേറ്റ് കുറച്ച് നടക്കാം. അതാണ് പറയുന്നത്. രാവിലെ എഴുന്നേറ്റുള്ള നടത്തം, പക്ഷികളുടെ കളകളാരവം, അതുപോലെ ചെടികളുടേതായ ഓക്സിജൻ സ്വീകരിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരെ, ചെടികളെ അതുപോലെ തന്നെ നശിപ്പിക്കാൻ പാടില്ല. പക്ഷിമൃഗാദികളെ വേട്ട ചെയ്ത് കൊല്ലാൻ പാടില്ല എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? ദ ട്രീ ഓഫ് വിഷസ് ഈസ് കാളിങ് യുവർ നെയിം. ട്രീ ഓഫ് വിഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ ആൻ ആൾമോസ്റ്റ് ഫർഗോട്ടൺ വിഷ് വിൽ നൗ കം ട്രൂ. അപ്പം നിങ്ങളുടെ ഒരു ആഗ്രഹം ഇവിടെ സഫലമാകാൻ പോവുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹത്തെ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളെ വിളിക്കുന്നുണ്ടെന്നാണ്. പ്രകൃതി നിങ്ങളെ വിളിക്കുന്നുണ്ട്, ട്രീ വിളിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ട്രീ എന്ന് പറയുന്നത് എന്താണ്? എല്ലാവിധത്തിലുമുള്ള സൗഭാഗ്യം, സമൃദ്ധി ഒക്കെ തരുന്നതാണ്. അത് നമ്മുടെ ജീവനെ തന്നെ നിലനിർത്തുന്നത് ഒരു കാര്യമാണ് മരങ്ങൾ എന്ന് പറയുന്നത്. മരങ്ങളില്ലാതെ നമുക്കൊരു ജീവിതം സങ്കല്പിക്കാൻ പറ്റുമോ? പറ്റില്ല. ഒരുപാട് പ്രയോജനങ്ങളാണ് മരങ്ങളെ കൊണ്ട് ഉള്ളത്. അതുകൊണ്ട് അവർ നിങ്ങളെ പേരെടുത്ത് വിളിക്കുന്നുണ്ട്. നിങ്ങൾ അവരെ കൂടെ സ്നേഹിക്കൂ എന്നാണ് വീണ്ടും പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകും. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന 3 കാർഡിലും പറയുന്നത് അത് തന്നെയാണ്. പിന്നെ വേറെന്ന് പറയുന്നുണ്ട്, യു കാസ്റ്റ് എ സ്പെൽ വിത്ത് യുവർ എക്സിസ്റ്റൻസ്, മാജിക് ഫ്ലോസ് ബ്രൈറ്റ്ലി ആൻഡ് റേഡിയന്റ്ലി വിത്തിൻ യു. യു കാസ്റ്റ് എ സ്പെൽ വിത്ത് യുവർ നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി നിങ്ങളൊരു സ്പെൽ ഉപയോഗിക്കും. മനസ്സിലായി? നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പ്രയോഗിക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ സന്തോഷകരമായിട്ട് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള എന്ത് കാര്യമാണോ നിങ്ങൾ സ്വീകരിക്കുന്നത്, അത് മാജിക്കലി നിങ്ങൾക്ക് ഒരു പ്രോഗ്രസ് തരുന്നതാണ്. മനസ്സിലായി? നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ സാധിക്കും. അത് സന്തോഷമായിട്ട് പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ നിലനിൽപ്പിന് ആയിട്ട് അത് നിങ്ങൾ ഉപയോഗിക്കൂ. ഒരു മാജിക്ക് പോലെ നിങ്ങളുടെ ജീവിതം സന്തോഷത്തിലേക്ക് നീങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് ഹയർ സെൽഫിന്റെ മെസ്സേജസ് നോക്കാവേ. സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് സ്പിരിച്വലി സ്ട്രെങ്ത് കുറവാണെങ്കിൽ അതിനെ നിങ്ങൾ കുറച്ചുകൂടി ഉയർത്തി കൊണ്ടുവരുന്നതാണ്. അതിനായിട്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. മനസ്സിലായി? മന്ത്രങ്ങൾ, ജപങ്ങൾ, ധ്യാനങ്ങൾ, ഇതെല്ലാം സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളാണ്. അതുകൊണ്ട് ഇതിനെ ഉപേക്ഷിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഈ ഒരു മാസം നിങ്ങൾക്കിത് അത്യാവശ്യമാണെന്നാണ് കാണുന്നത്. കുറച്ചുകൂടി വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനഃശാന്തി, മനസമാധാനം, മനസ്സന്തോഷം ഇതൊക്കെ ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതായത് ആത്മീയ കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ പതിപ്പിക്കണം എന്ന് തന്നെയാണ്. വെറുതെ ഇരിക്കുമ്പോൾ ക്ഷേത്രങ്ങളിൽ പോകാം, ഏത് ആരാധനാലയങ്ങളായാലും നിങ്ങൾക്ക് അവിടെ പോകാം. വെറുതെ കുറച്ച് നേരം സൈലൻസിലിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യണം. മെഡിറ്റേഷൻ ഇരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. നിരന്തരമുള്ള പ്രാർത്ഥനകൾ നമുക്ക് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും. മനസ്സിലായ? നിങ്ങൾ വിചാരിക്കും പ്രാർത്ഥനകൾ കൊണ്ട് എന്ത് ഫലമാണെന്ന്. പ്രാർത്ഥനകൾ എന്ന് പറയുമ്പോൾ എനിക്ക് അത് താ ഇത് താ എന്നുള്ളതല്ല പറയേണ്ടത്.
തന്നതിനൊക്കെ നന്ദി. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ തന്നതിനൊക്കെ നന്ദി ദൈവമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. അത് നിങ്ങളുടെ വീണ്ടും ഓരോ ദിവസവും നിങ്ങൾ ചെയ്യും തോറും ഓരോ ദിവസവും നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിക്കുന്ന എനർജി തരും. മനസ്സിലായോ? സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് എന്നാണ് പറയുന്നത്. ഒരു കാര്യം എടുത്തിട്ട് ചൂസ് വൈസ്ലി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ വിരലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നത് കണ്ടില്ലേ? അപ്പോൾ ഏതാണോ സെലക്ട് ചെയ്യേണ്ടത് അതാണ് സെലക്ട് ചെയ്യേണ്ടത്. ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്യാൻ ശ്രമിക്കണം. മനസ്സിലായി? ഒരുപാട് കാര്യങ്ങളുണ്ടാവും, തിരഞ്ഞെടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോഴവിടെ എന്താണ് ബുദ്ധി പ്രയോഗിക്കണം. എനിക്ക് അങ്ങനെ പോയാൽ അത് ശരിയാകുമോ? ആ ജോലി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് ഗുണം കിട്ടുമോ? ഇതൊക്കെ ആലോചിച്ചിട്ട് ബുദ്ധിപൂർവ്വം ആലോചിച്ചിട്ട് തീരുമാനിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ കണ്ടില്ലേ, നിങ്ങളുടെ സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുക, ആത്മീയപരമായ പാതയിലേക്കുള്ള ഒരു ലക്ഷ്യമാണ് ഇവിടെ വേണം. അതങ്ങനെ നിങ്ങൾ പോകണം. പക്ഷെ അങ്ങനെ പോകണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട്. നിങ്ങൾ നിങ്ങളുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നോളൂ എന്നുള്ളത് പറയുന്നുണ്ട്. നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കുകയാണ് എനിക്ക് കുറച്ചുകൂടി ആത്മീയതയിലേക്ക് പോകണം, കുറച്ചുകൂടി മന്ത്രങ്ങളും ജപങ്ങളും ഒക്കെ വേണം, നടത്തണം, തുടങ്ങണം, അതിനുള്ള ഒരു തുടക്കത്തിലേക്ക് പോകണം എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റണ്ട. ആ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിന്നോളൂ. ഏതെങ്കിലും ഒരു ജോലിയിലേക്ക് പോകണം നിങ്ങൾ വിചാരിച്ചോ, ആ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിന്നോളൂ. പെട്ടെന്ന് ആ തീരുമാനത്തെ മാറ്റിയിട്ട് വേറൊരു വഴിയെ പോവണ്ട. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെയോ ട്രയംഫൽ സക്സസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഒരു ക്ലാരിറ്റി ലഭിക്കും. മനസ്സിലായി? ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്യേണ്ട കാര്യങ്ങളെ സെലക്ട് ചെയ്യുക, സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുക, പിന്നെ നിലപാടെടുത്തിട്ടുണ്ട് ചില കാര്യങ്ങളിലെങ്കിൽ അവിടെ തന്നെ ഉറച്ചു നിൽക്കുക. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ലഭിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായി? മുന്നോട്ട് പോകേണ്ടത് ഏത് വിധം എന്നുള്ളതിനൊരു വ്യക്തത ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഗണപതി ഭഗവാന്റെ മെസ്സേജ് നോക്കാം. ഓട്ടം വന്നേക്കുന്നത് ജനറോസിറ്റിയാണ്, ഔദാര്യം, മറ്റുള്ളവരോട് ഒരു സ്നേഹം. അതായത് അവർക്ക് വേണ്ടി എന്തും ചെയ്യാനുള്ള ഒരു ഔദാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു സ്നേഹം, ഒരു സിമ്പതി ഒക്കെ മനസ്സിലുണ്ടാവണം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവികമായ ബ്ലെസ്സിങ്സ് ഉണ്ടാവും. ദൈവത്തിന്റെ സ്നേഹം നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ഒരു ബിഗിനിങ്സ് ആണ് വന്നിരിക്കുന്നത്, റിഫ്ലക്ഷൻ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ ചിലപ്പോഴൊക്കെ നിങ്ങൾക്കൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കാനുള്ള സമയം. ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് പണ്ട് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ പണ്ട് അങ്ങനെ സംഭവിച്ചത് എന്താണ് എന്നൊക്കെ ചിലപ്പോഴൊക്കെ ആലോചിച്ച് വിഷമിച്ചിട്ടുണ്ടോ? മനസ്സ് കൺഫ്യൂസ്ഡ് ആയ ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ കിട്ടാൻ സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഇനി അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ദൈവ അനുഗ്രഹം വരുന്നുണ്ട്. ബിഗിനിങ്സ്, പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളത് കാണുന്നു. നിങ്ങൾക്കൊരു പുതിയ തുടക്കം വരുന്നുണ്ട്. പല കാര്യങ്ങൾ ഇവിടെ നമ്മൾ പറഞ്ഞില്ല. ഇതൊക്കെ നിങ്ങളുടെ ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നതാണ്, പുതിയൊരു ലൈഫിലേക്ക് നിങ്ങളെ നയിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഈ ഒരു പുതിയ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? ദൈവാനുഗ്രഹമാണ്. 4 ആണ്, ഒരു സ്റ്റെബിലിറ്റി വരുന്നതാണ്. ഇവിടെ ദൈവാനുഗ്രഹം, അതായത് ഗണപതി ഭഗവാന്റെ അനുഗ്രഹമായിരിക്കും. അതുമല്ല എങ്കിൽ എങ്ങനെയായാലും യൂണിവേഴ്സിന്റെ അനുഗ്രഹം. എല്ലാം ഒന്ന് തന്നെ, എല്ലാം ഒന്നാണെന്ന് വിശ്വസിക്കുക. അവിടെയാണ് നിങ്ങൾക്ക് സക്സസ് വരുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഇതാണ് ഭഗവാന്റെ ബ്ലെസ്സിങ്സ്. നമ്മൾ നോക്കുമ്പോൾ ഇതാണ് വന്നിരിക്കുന്നത്. ഭഗവാൻ എന്ന് പറയുമ്പോൾ വിഘ്നങ്ങളുടെ ഈശ്വരനാണ്, വിഘ്നേശ്വരനല്ലേ. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്പർ 2 എന്താണ്? സ്പിരിച്വൽ യൂണിയൻ. സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കൂ എന്ന് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നുണ്ട് അല്ലേ?
ഗണപതി ഭഗവാൻ പറയുന്നത് എന്താണ്? ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് വരുന്നുണ്ട്, പുതിയ തുടക്കം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പോഴങ്ങനെ വരുമ്പോഴെന്താണ്? നിങ്ങൾക്ക് സ്പിരിച്വൽ യൂണിയൻ സംഭവിക്കും, നിങ്ങളുടെ സോൾ ഒന്നുകൂടി ക്ലിയർ ആവും, നിങ്ങൾ കണ്ടുമുട്ടേണ്ടവരെ കണ്ടുമുട്ടും. മനസ്സിലായോ? ഇവിടെ യഥാർത്ഥത്തിലും ഒരു ശിവപാർവതി ഐക്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്നിരുന്നാൽ കൂടെയും നിങ്ങൾക്കിത് സംഭവിക്കാനുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ. അല്ല, ഒരുപാട് ഐശ്വര്യം വരാൻ പോകുന്നു, സമൃദ്ധി, ബ്ലെസ്സിങ്സ്, അനുഗ്രഹങ്ങൾ ഒക്കെയും വരാൻ പോകുന്നു. അവിടെ നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്ത് പാർട്ട്ണർഷിപ്പ് ചേർന്ന് നല്ലൊരു ലൈഫിലേക്ക് പോകാനുള്ള സമയമായിരിക്കും. അത് നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങളിലായാലും നിങ്ങളുടെ ജീവിതത്തിലായാലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു യൂണിയൻ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തത് വളരെയധികം അർത്ഥമുള്ള കാർഡ് തന്നെയാണ്. ഇതാണ് ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. ഇനി നമുക്ക് സെക്കൻഡ് കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. സെക്കൻഡ് കാർഡ് സെലക്ട് ചെയ്തിരുന്നത് പോസിറ്റീവ് മൂവ്മെന്റ് ഫോർവേഡ്. വളരെ നല്ല അർത്ഥവത്തായ ഒരു കാർഡാണത്. പേജ് ഓഫ് എർത്ത്, അതായത് പേജ് ഓഫ് പെന്റക്കിൾസ്. നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടുകയാണ്. എന്താണ് ആ ഗിഫ്റ്റ്? ജോലി, പുതിയൊരു ജോലി. പുതിയൊരു ജോബ് നോക്കിയിരിക്കുന്നവർക്ക് ഈ മാസം പുതിയൊരു ജോബ് ലഭിക്കാനുള്ള സാധ്യത. പുതിയൊരു ജോബ് ലഭിക്കും നിങ്ങൾക്ക്. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്തോ ഇന്റർവ്യൂവിനുള്ള കാർഡാവാം, ഇനി അതുമല്ല എങ്കിൽ ജോബ് ഓഫർ ആവാം. മനസ്സിലായോ? അപ്പൊ അങ്ങനെ നിങ്ങൾ പഠിച്ച് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന കാര്യത്തിനൊരു റിസൾട്ട് വരുന്നു എന്നുള്ളതാണ്. പുതിയ ജോലി, വളരെയധികം സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുന്നു ഈ ഒരു സമയത്ത്. അതായത് പുതിയ ഈ ഒരു ജോബ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ. പുതിയ ധനാഗമ മാർഗവും ആവാം, പുതിയ സാമ്പത്തിക വരുമാന മാർഗം ആണ് ഇവിടെ വരാൻ പോകുന്നത്. വേറെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് മാർഗങ്ങൾ ഉണ്ടാവാം, അല്ല എങ്കിൽ ഇങ്ങനെ ഒരു ജോബ് ലഭിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വളരെയധികം സന്തോഷകരമായ എനർജിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ. ഏസ് ഓഫ് എർത്ത്, സാമ്പത്തിക മാർഗം കണ്ടില്ലേ? പുതിയ സാമ്പത്തിക മാർഗം നിങ്ങൾക്ക് വരുന്നു. അത് തന്നെയാണ് ഇവിടെ ഒരു തുടക്കം വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് സാമ്പത്തിക വരുമാന മാർഗം വർദ്ധിപ്പിക്കാനുള്ള ഒരു പുതിയ തുടക്കം, അല്ലെങ്കിൽ അതിൻ്റെതായ സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നു. ഇത് രണ്ടും ഒരേപോലെയാണ്. ഇവിടെയും ജോലി കിട്ടാനുള്ള സാധ്യത, ഇവിടെയും അതുപോലെ തന്നെ ജോബ് കിട്ടാനുള്ള സാധ്യത, സാമ്പത്തികം വന്നു ചേരാനുള്ള സാധ്യത, ഏതെങ്കിലും വിധത്തിൽ ചിലപ്പോൾ സാമ്പത്തികം വന്നു ചേരാനുള്ള ഒരു തുടക്കമുണ്ട്. സാമ്പത്തിക മാർഗം വർദ്ധിക്കാനുള്ള ഒരു തുടക്കം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ. അതിൻ്റെ ഓപ്പർച്യൂണിറ്റി, അവസരം വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഏതെങ്കിലും സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരാം. ഇനി അതല്ല, അബണ്ടൻസ്, ഒരു സമൃദ്ധിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. സാമ്പത്തികത്തിന്റെ സമൃദ്ധി എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് സന്തോഷം തരുന്ന എനർജി അല്ലേ? അപ്പോൾ ഇവിടെ വളരെയധികം സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് ഈ ഒരു ബ്ലെസ്സിങ് ലഭിക്കാൻ സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സോറി, 2 ഓഫ് എർത്ത് ആണ്, ഇത് വീണ് പോയതാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു. 2 ഓഫ് എർത്ത് എന്ന് പറയുന്നത് എന്താണ്? പെന്റക്കിൾ. 2 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. പെന്റക്കിളിന്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ്? പെന്റക്കിൾ, എർത്ത് സൈൻ, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ എനർജി. ഇന്ന് നമുക്ക് വന്നതെല്ലാം സാമ്പത്തികത്തിന്റെയാണ്. മൂന്നാമത്തെ കാർഡ് സാമ്പത്തിക എനർജിയാണ്, സമ്പത്തിന്റെ എനർജിയാണ്. ബാലൻസ് ചെയ്ത് പോകാൻ ഇവിടെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ശ്രമം നിങ്ങൾക്ക് വിജയിക്കും. കാരണം ഇവിടെ നിങ്ങൾക്ക് മാറ്റം വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇതിനായിട്ട് നിങ്ങൾ ഇപ്പോൾ ശ്രമിക്കുന്ന, ഇവിടെ നിങ്ങൾക്കൊരു മാറ്റം വരുന്നുണ്ട്. ദൈവാനുഗ്രഹം ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് വരുമാനമുണ്ട്, പക്ഷേ ചെലവിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എത്രയായാലും കയ്യിൽ സാമ്പത്തികം നിൽക്കുന്നില്ല. പലരുടെയും ഒരു അവസ്ഥ ഇതാണല്ലോ, അല്ലെ? അപ്പോൾ ഇതിനെ ബാലൻസ് ചെയ്ത് പോകാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് സാധിക്കും. ഈ മാസം നിങ്ങൾക്ക് അതിന് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
പേജ് ഓഫ് വാട്ടറാണ്. ഇവിടെ സ്നേഹം, പ്രണയം പങ്കുവയ്ക്കുകയാണ്. ഇവിടെ ഇഷ്ടമുള്ള വ്യക്തികളോട് സ്നേഹം, എനിക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ലവ് പ്രപ്പോസ് ചെയ്യുന്ന എനർജി, അല്ലെങ്കിൽ ഇനി അതുവരെയും ഉള്ളിൽ കൊണ്ടു നടന്നിരുന്നതിന് ഒന്ന് പുറത്തേക്ക് പറയാനുള്ള സാഹചര്യമായി. അതിനെ പുറത്തേക്ക് പറയാൻ പോകുന്നു. ഉള്ളിൽ കുറച്ച് കൊണ്ടു നടന്നിരുന്ന എനർജി ഉണ്ടല്ലോ, ആ ആഗ്രഹം മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഇഷ്ടമുള്ള വ്യക്തിയോട് അത് തുറന്നു പറയാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കുറച്ചുകൂടി ഇൻറ്റ്യൂട്ടീവ് ആകാൻ സാധിക്കുന്ന, ഇൻറ്റ്യൂഷൻ വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾക്കെന്ന് കാണുന്നുണ്ട്. ടു ഓഫ് ഫയർ ആണ്. ടു ഓഫ് വാൻസിൻ്റെ എനർജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്ലാൻ ചെയ്ത ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു പ്രോഗ്രസ് വരുന്നുണ്ട്. അത് എവിടെ നിന്ന് എങ്ങനെ വരണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നാലോചിച്ച് എന്തോ ഇവിടെ ഒന്നുകൂടി വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളിപ്പോൾ പ്ലാൻ ചെയ്ത കാര്യം ബിസിനസ് കാര്യങ്ങളാവാം, വാൻസ് അല്ലേ, അപ്പോൾ ബിസിനസ് കാര്യങ്ങളാവാം. ഇതിൽ നിങ്ങൾക്ക് എന്തോ ഒന്നുകൂടി വന്നു ചേരാനുണ്ട്. അത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു കാര്യം കൂടെ ഇവിടെ വന്നു ചേരാനുണ്ട്. അതിനായിട്ടുള്ള ഒരു വെയിറ്റിങ്ങിലാണ് നിങ്ങളെന്നാണ് ഇവിടെ കാണുന്നത്. ഇത് നിങ്ങൾ പാർട്ട്ണർഷിപ്പ് ചേർന്ന് മുന്നോട്ട് പോകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിനായിട്ടാണ് കൂടുതലും നിങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഒന്നുകിൽ ഒരു പാർട്ട്ണർ കൂടി വരാൻ വേണ്ടിയാവാം, അല്ലെങ്കിൽ അതിലേക്ക് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ കൂടി ഉണ്ട്. ചിലപ്പോൾ ലോണിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കാം, സാമ്പത്തികത്തിന് കൊടുത്തിട്ടുണ്ടായിരിക്കാം. ആ സാമ്പത്തികം വന്നു ചേരണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യം കൂടി നിങ്ങൾക്ക് വന്നു ചേർന്നുവെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഈ ഒരു കാര്യത്തിലേക്ക്, ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ എന്തോ ഒരു വെയിറ്റിങ്ങിലാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട് ഇവിടെ. രണ്ട് കാർഡ്സ് എടുത്തിട്ടുണ്ട്. ഓട്ടം വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് വാട്ടർ ആണ്. ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി സ്നേഹത്തിന് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. ആരുടെയോ സ്നേഹം ലഭിക്കാൻ വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആ കാത്തിരിപ്പ് എന്താണ്? ഒത്തിരി സ്നേഹത്തോടു കൂടി ഇൻഡ്യൂഷൻ ഉള്ളതാണ്. അപ്പോൾ അത് അവർ വരും എന്നുള്ള തീരുമാനത്തിൽ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ഉണ്ട്. കാരണം സ്നേഹം അങ്ങോട്ട് കൊടുക്കാനും ഇങ്ങോട്ട് വാങ്ങിക്കാനും ഒക്കെ ഉള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അത്യധികം സ്നേഹത്തോടു കൂടി എന്തിനോ വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നിരന്തരം മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു വ്യക്തിയാവാം, ഒരു സാഹചര്യത്തെയും ആവാം. അങ്ങനെ അത് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ, അങ്ങനെ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്ന് കാണുന്നുണ്ട്. ഇവിടെ 9 ഓഫ് വാട്ടർ ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹം സഫലമാകാൻ പോകുന്നു. നിങ്ങളുടെ ഡ്രീംസ്, സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നു. നിങ്ങൾ എന്ത് കാര്യത്തിലാണ് സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത്, ഒരു യാഥാർത്ഥ്യത്തിലേക്ക് അത് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. 9 ഓഫ് വാട്ടർ ആണ്, 9 ഓഫ് കപ്സിൻ്റെ എനർജി. ഒരുപാട് സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ എനർജിയാണ്. ചില കാര്യങ്ങളൊക്കെ, ചില സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ, ഓർണമെന്റ്സ് ആയിരിക്കാം, വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു സമയമാകണം. ചിലപ്പോൾ ഏതെങ്കിലും വിവാഹത്തിലേക്ക് പോകാൻ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും വിവാഹം നടക്കാതിരുന്നിട്ട് വിവാഹം നടക്കുന്ന എനർജി ആവാം. പുതിയൊരു പാർട്ട്ണർ വന്നു ചേർന്നിട്ട് പുതിയൊരു ലൈഫിലേക്ക് കടക്കുന്ന എനർജി. അവിടെ ഒരുപാട് സന്തോഷം കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ കഴിയുന്നു. ഒരുപാട് സന്തോഷത്തിലേക്ക് നീങ്ങുന്ന എനർജിയാണ് എന്നാണ് ഇവിടെ കാണുന്നത്. ആഗ്രഹങ്ങളുടെ സഫലീകരണം അതാണ് ഇവിടെ കാണുന്നത്. സ്വപ്നങ്ങളൊക്കെ സഫലമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മജീഷ്യനാണ് ഇവിടെ മാനിഫെസ്റ്റേഷൻ. മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യം ഇവിടെ സാധ്യമാകുന്നു. മജീഷ്യനെ പോലെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ നിരന്തരം നിങ്ങൾ അതിനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഏത് കാര്യത്തിനാണ് അത് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ പ്രിപ്പയർ ചെയ്താണ്. നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യണം. അതിനായിട്ടൊരു സിൻസിയറിറ്റി കൊണ്ടുവരണം, ഹോണസ്റ്റി, ഇതെല്ലാം അത്യാവശ്യമാണ്. പ്രാക്ടിക്കൽ പ്ലാൻ ഉണ്ടാവണം, കൺസിസ്റ്റൻസി ഉണ്ടാവണം. മനസ്സിലായി? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവണം മാനിഫെസ്റ്റേഷൻ വർക്ക് സഫലമാകണമെങ്കിൽ. വെറുതെ നമ്മളൊരു കാര്യത്തിന് ഇങ്ങനെ ഉഴപ്പിയടിച്ചിരുന്നു കഴിഞ്ഞാൽ ഒന്നും സാധിക്കുകയില്ല. അതിനൊരു ലക്ഷ്യം വേണം. എനിക്കത് സാധിക്കണം, ഒരു ലക്ഷ്യം വേണം. നിരന്തരം അതിനെക്കുറിച്ച് ചിന്തിക്കുക, നിരന്തരം അതിനായിട്ട് അത് നേടിയെടുക്കാൻ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടിക്കാലിറ്റി, സ്പിരിച്വാലിറ്റി എല്ലാം ഉണ്ടായിരിക്കണം.
നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുന്നു, അവിടെ നമുക്കൊരു ദൈവവിശ്വാസം കൂടി ഉണ്ടെങ്കിലോ 100% അത് സാധ്യമാകുന്നതാണ്. നമ്മളുടെ ഉള്ളിൽ ഒരു വിശ്വാസം കൂടി, യൂണിവേഴ്സിന് ഒരു വിശ്വാസം കൂടി ഉണ്ടാവണം, ഇതെനിക്ക് സാധിച്ചു കിട്ടും എന്ന്. ഇടയ്ക്കെങ്കിൽ എപ്പോഴെങ്കിലും നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചു പോയെങ്കിൽ അവിടെ തീർന്നു. പിന്നെ ഇത് സാധിക്കാൻ പോകുന്നു എന്നാൽ അങ്ങനെ ഒരു നിസാരമായിട്ട് പോലും നിങ്ങളുടെ ഉള്ളിൽ ചിന്ത വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കിട്ടില്ല, സാധിക്കുകയില്ല. അതങ്ങനെ 100% നിങ്ങൾ വിശ്വാസം കൊടുക്കുന്നുണ്ടോ അവിടെയാണ് നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകുന്നത്. മനസ്സിലായി? അവിടെയാണ് മജീഷ്യനെ പോലെ നിങ്ങൾക്ക് പേര് കേൾക്കാൻ പറ്റുന്നത്. ഇവിടെ ജീവിതത്തിൻ്റെ ഒരു തുടക്കം നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ അബണ്ടൻസിലേക്ക് പോകാൻ സാധിക്കുന്നു. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ സത്യമാകാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെയും കാണുന്നത്. നമുക്കിനി ഏഞ്ചൽസിന്റെ മെസ്സേജ് നോക്കാം. ഫൊർഗിവ്നെസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ യൂണിവേഴ്സിനോട് ഫൊർഗിവ് ചെയ്യേണ്ടത് അത്യാവശ്യ കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മയുണ്ടല്ലോ, കർമ്മ എല്ലാവർക്കും ഉള്ളതാണ് കർമ്മ എന്ന് പറയുന്നത്. പാസ്റ്റ് ലൈഫിൽ അറിഞ്ഞോ അറിയാതെയോ, അറിഞ്ഞോ അറിയാതെ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഫലം അനുഭവിക്കുന്നത് ഈ ജന്മത്താണ്. ഇതിനായിട്ടൊരു സമയം യൂണിവേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് അനുഭവിക്കേണ്ടത് അനുഭവിച്ചേ മതിയാവും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ കാഠിന്യം ഏറുമ്പോൾ തീരെ നിങ്ങൾക്ക് നിൽക്കാൻ വയ്യ എന്നുള്ള ഒരു സമയം ഉണ്ടാവുമല്ലോ, ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടുമോ എന്നൊക്കെയുള്ള ഒരു സമയം വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫൊർഗീവ്നെസ് പറയാവുന്നതാണ്. യൂണിവേഴ്സിനോട് ഫൊർഗീവ്നെസ് പറയണം. ഐ ആം സോറി, പ്ലീസ് ഫൊർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്നിങ്ങനെ നിങ്ങൾ നിരന്തരം പറയണം. എല്ലായ്പ്പോഴും എന്ത് കിട്ടിക്കഴിഞ്ഞാലും യൂണിവേഴ്സിനോട് താങ്ക് യു പറയണം. ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലായ്മയാണ്. നമ്മൾ എപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണിത്. ഒരു നന്ദി വാക്ക് പറയാം. ആരെങ്കിലും എന്തെങ്കിലും തന്നു ചിരിച്ചുകൊണ്ട് സ്വീകരിച്ചു, പക്ഷെ ഒരു നന്ദി താങ്ക് യു എന്നൊന്ന് പറയാൻ മടി വിചാരിക്കരുത്. പ്രത്യേകിച്ച് യൂണിവേഴ്സിനോടല്ല. യൂണിവേഴ്സ് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് തരുന്നത്. നിങ്ങൾക്ക് ജോലി തരുന്നു, നിങ്ങൾക്ക് ഭക്ഷണം തരുന്നു, നല്ല വസ്ത്രങ്ങൾ തരുന്നു, നല്ല സൗന്ദര്യം തന്നിട്ടുണ്ട്, നല്ല വാക്ചാതുര്യം എല്ലാം നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങളതെല്ലാം അനുഭവിച്ചുകൊണ്ട് ഒരു നന്ദി വാക്ക് പറയാതെ ഇരുന്നാൽ എങ്ങനെയാണ് അല്ലേ? അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലായ്പ്പോഴും താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു എന്നിങ്ങനെ പറയാൻ മടി വിചാരിക്കരുത്. ഐ ലവ് യു ഇതെല്ലാം പറയണം. മനസ്സിലായി? അപ്പോൾ ഇതാണ് നമ്മുടെ ഏഞ്ചൽസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നിങ്ങൾ ഫൊർഗീവ്നെസ് പറഞ്ഞേ മതിയാവൂ. ഇവിടെ ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ വന്നിട്ടുണ്ട്. ഇന്നോ ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റക്കാണ്. അങ്ങനെ സ്റ്റക്കായ ചില സാഹചര്യങ്ങളിൽ നോ പറഞ്ഞ് അവിടെ ഇരിക്കാൻ പാടില്ല. മനസ്സിലായോ? നോ പറയേണ്ടിടത്ത് നോ പറയണം. ഏത് കാര്യത്തിനായാലും മനസ്സിലായോ? വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു മുന്നോട്ട് പോകണം. ഏതൊരു കാര്യത്തിലായാലും അതിനൊരു കഴിവുണ്ടാകണം. അതിനുള്ള കഴിവ് വരുന്നത് എങ്ങനെയാണ്? ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഉൾവിളികൾ ഉണ്ടാവുന്നു. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ ഉണ്ടാകും. അവിടെയാണ് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നോ പറയേണ്ടിടത്ത് നോ പറയാനുള്ള ധൈര്യം കിട്ടുന്നത്. യെസ് പറയേണ്ടിടത്ത് യെസ് പറയാം. എല്ലാ കാര്യത്തിനും കയറി നോ പറയുക യെസ് പറയുക അത് ശരിയല്ല. തിരിച്ചറിഞ്ഞ് വേണം എന്ത് പറയണം, തിരിച്ചറിഞ്ഞ് വേണം പറയാൻ. വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് ഇടയ്ക്കിടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഉൾവിളികൾ ഉണ്ടാവും. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് അടുത്ത കുറച്ച് മാസങ്ങൾക്കകം നെക്സ്റ്റ് ഫ്യൂ മന്ത്സിനകം നിങ്ങളുടെ അടുത്ത കുറച്ച് മാസങ്ങൾക്കകം നിങ്ങൾ വിചാരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സാധ്യമാകും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? എന്താ വേണ്ടത്? യൂണിവേഴ്സിനോട് ഫൊർഗീവ്നെസ് പറയണം, നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇവിടെ സഫലമാകുന്നത്. കുറച്ച് മാസങ്ങൾക്കൊക്കെ അത് സഫലമായി കിട്ടും എന്നാണ്
ഏഞ്ചൽസ് പറയുന്നത്. നമുക്ക് മോണോളജി നോക്കാം. Nothing is yet set in stone. The energy is gaining momentum. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇത് സാധിക്കണമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി പവർഫുൾ ആയിട്ട് മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കാര്യം കുറച്ച് പെട്ടെന്ന് നിങ്ങൾക്ക് സാധിച്ച് എടുക്കണം എന്ന് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ കുറച്ചുകൂടി മെൻ്റലി ഫിസിക്കലി ഒക്കെ പവർഫുൾ ആയിട്ട് മുന്നോട്ട് വരണം. ശരീരത്തിന് മാത്രം ശക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, മനസ്സിനാണ് ആദ്യം കൂടുതലായിട്ട് ശക്തി ഉണ്ടാവേണ്ടത്. മനസ്സിലായി? മനസ്സും ശരീരവും കൂടുതൽ പവർഫുൾ ആവണം, എന്നാൽ മാത്രമേ ഒരു കാര്യത്തിലേക്ക് മുന്നോട്ട് ഇറങ്ങി പുറപ്പെടാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നത്തിങ് ഈസ് യെറ്റ് സെറ്റിൽഡ്. അതായത് ഈ സമയത്ത് പ്രത്യേകിച്ചൊന്നും നിങ്ങൾക്ക് സംഭവിക്കാൻ, പ്രത്യേകിച്ച് നിങ്ങൾ കരുതുന്നത് പോലെ ഒരു ആപത്തും മറ്റ് പേടിപ്പിക്കുന്ന കാര്യങ്ങളും ഒന്നും ഇപ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുകയില്ല. അഡ്ജസ്റ്റ്മെന്റ്സ് ആർ റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട് ചില അഡ്ജസ്റ്റ്മെന്റുകൾ നിങ്ങൾക്ക് അത്യാവശ്യ കാര്യമാണ്. മനസ്സിലായോ? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടിയെടുത്ത് വേണ്ട പോലെ പെരുമാറണം. ചില കാര്യങ്ങളൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കണം. അല്ലാതെ എല്ലായിടത്തും കയറി ഇടപെടുക, കയറി സംസാരിക്കുക, ഒരു വാക്കുതർക്കത്തിന് ഉണ്ടാക്കുക ഒന്നും വേണ്ട. ആവശ്യമില്ലാത്തടുത്ത് നമ്മൾ സംസാരിക്കാൻ പോകണ്ട. വേണമെങ്കിൽ സൈലൻസിലിരിക്കാവുന്നതാണ്. മനസ്സിലായി? അപ്പൊ വേണ്ടത് ഏതാണ് വേണ്ടാത്തത് ഏതാണെന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ് വേണ്ടത്. അഡ്ജസ്റ്റ്മെന്റ്സും അത്യാവശ്യമാണ്. മനസ്സിലായി? എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തടുത്ത് സംസാരിക്കാൻ പോകണ്ട. എ ഫെയറി ക്ലൈമാക്സ് അപ്രോച്ചസ്, നിങ്ങളിലേക്ക് നല്ലൊരു ക്ലൈമാക്സ് എത്തും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾക്ക് ഒരു ക്ലൈമാക്സ് വരുന്നുണ്ട് എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു ക്ലൈമാക്സിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ സോളോർക്കൽസ് ഫ്ലെയിംസ് ഓഫ് ഡിസയർ. എ വണ്ടർഫുൾ സർപ്രൈസ് ഈസ് കമ്മിങ്. നിങ്ങൾക്കൊരു വണ്ടർഫുൾ സർപ്രൈസ് വരുന്നുണ്ട്. മനസ്സിലായത്? നിങ്ങളെ അതിശയിപ്പിക്കുന്ന അവിചാരിതമായിട്ട് അപ്രതീക്ഷിതമായിട്ട് നിങ്ങളിലേക്കൊരു സമ്മാനം വരുന്നുണ്ട്, ഒരു സർപ്രൈസ് വരുന്നുണ്ട്. സംതിങ് എൻറ്റയർലി ന്യൂ അവേറ്റ്സ് യു. ഒന്നുകിൽ ആരോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ പ്രവേശനമാകാം, ഒരു പുതിയ പാർട്ട്ണർ വരാം. അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഫ്ലെയിംസ് ഓഫ് ഡിസയർ. നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ ജ്വാലയുണ്ടല്ലോ, അതിനെ ഒന്നുകൂടി 4 എണ്ണം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ആഗ്രഹം ലെറ്റ് ദം ഷൈൻ ഔട്ട് ആൻഡ് റാഡിയന്റ് ലൈറ്റ് ആൻഡ് ഷൻ ഡാർക്ക് പാത്സ്. ഫ്ലെയിംസ് ഓഫ് ഡിസയർ ആണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടല്ലോ അല്ലേ? ആഗ്രഹങ്ങളുടെ ജ്വാലയെ ആളിപ്പിക്കൂ. നമുക്ക് ഉള്ളിലൊക്കെ ആഗ്രഹങ്ങളുണ്ട് അല്ലേ? ഈ ആഗ്രഹങ്ങളെ എങ്ങനെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ സാധിക്കുമോ? ഇല്ല. ആഗ്രഹങ്ങളെല്ലാം ഉള്ളിലുണ്ട്, ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് ഉള്ളിൽ, അവിടെ ഇരിക്കത്തേ ഉള്ളൂ അല്ലേ? പക്ഷെ അതിനെ ഒന്ന് ആളിക്കത്തിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായി? നമ്മൾ വിറക് കൂട്ടിയിട്ടു, അത് ആളിക്കത്തണം. എന്താണ്? വെറുതെ ചെറിയതായിട്ടൊന്ന് തീ കൊളുത്തി കഴിഞ്ഞാൽ പറ്റില്ല. കുറച്ചുകൂടി മണ്ണെണ്ണ ഒഴിക്കുക, കുറച്ചുകൂടി വേറെ എന്തെങ്കിലും കൂടെ ഒക്കെ ചെയ്തിട്ട് അതിനെ കത്തിച്ചു കഴിഞ്ഞാൽ അത് ആളിക്കത്തും അല്ലേ എന്ന് പറയുന്നത് പോലെ മനസ്സിലെ ആഗ്രഹങ്ങളെ ആളിക്കത്തിക്കണമെങ്കിൽ എന്താണോ വേണ്ടത് അതിനെ അങ്ങനെ ചെയ്യൂ എന്നുള്ളതാണ്. ലിസൺ ടു ദ എറ്റേണൽ സോങ് ഓഫ് യുവർ സോൾ. നിങ്ങളുടെ സോളിന് ഒരു ശാശ്വതമായൊരു സംഗീതമുണ്ട്. സംഗീതത്തെ സ്നേഹിക്കുന്നൊരു ക്രിയേറ്റീവ് എനർജി ഉണ്ട് നിങ്ങൾക്ക്, അത് നിങ്ങളുടെ സോളിനുണ്ട്. ആ ഒരു ക്രിയേറ്റീവ് എനർജി എന്ന് പറയുന്ന സംഗീതത്തിലുള്ള ഇഷ്ടമാണ്. സംഗീതം കേൾക്കുക, അല്ലെങ്കിൽ പാടാനുള്ള കഴിവ്, ആടാനുള്ള കഴിവ്, അങ്ങനെയൊക്കെ ചില കഴിവുകൾ ഉണ്ടാവണം.
അല്ലേ? ആ സംഗീതത്തെ നിങ്ങൾ പുറത്തെടുത്ത് കൊണ്ടുവരുന്നത് അത്യാവശ്യ കാര്യമാണ്. അതിനെ ശ്രദ്ധിക്കണം, ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ട്യൂൺ അതിൻ്റെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഫോളോ ദ പാത്ത് ഓഫ് യുവർ സോൾ. നിങ്ങളുടെ സോളിൻ്റെ പാത്തിനെ പിന്തുടരൂ. നിങ്ങളുടെ സോൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഹാപ്പിനെസ് ആണ് എല്ലായ്പ്പോഴും നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത്, അല്ലേ? നമ്മുടെ സോൾ, നിങ്ങളുടെ മാത്രമല്ല നമ്മളുടെ എല്ലാവരുടെയും സോൾ ആഗ്രഹിക്കുന്നത് എപ്പോഴും ഒരു ഹാപ്പിനെസ്സിലിരിക്കാനാണ്, സന്തോഷത്തിലിരിക്കാൻ തന്നെയാണ് സോൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ പിന്തുടരൂ. അതിനെ പിന്തുടരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എല്ലായ്പ്പോഴും നല്ല പ്രവർത്തികൾ ചെയ്യുക, പോസിറ്റീവായിട്ട് സംസാരിക്കുക, പോസിറ്റീവായിട്ട് തന്നെ പെരുമാറാനും പഠിക്കുക. അവിടെ ദൈവികമായ എനർജി കൂടുതലായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. പിന്നെ ഡു നോട്ട് അലൗ എനിവൺ ഓർ എനിത്തിങ് ടു സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ അധികാരത്തിൽ കൈകടത്താനോ ആരെയും സമ്മതിക്കരുത്. മനസ്സിലായോ? ഇത് നിങ്ങളുടെ സ്വഭാവത്തെ ഉണ്ടല്ലോ, അതിനെ നിർത്തിക്കാൻ ആരെയും സമ്മതിക്കരുത്. അല്ലെങ്കിൽ അതിനകത്ത് ഇടപെടാൻ, അതിനകത്തൊരു അഭിപ്രായം പറയാനോ അതിലേക്കൊന്ന് ഇടപെടാനോ ആരെയും അനുവദിക്കാൻ പാടില്ല. മനസ്സിലായി? നിങ്ങളുടെ ഇഷ്ടം എന്താണോ അത് നിങ്ങൾ ചെയ്തോളൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. റെക്കഗ്നൈസ് ഡെസ്പെയർ ആസ് ആൻ ഓപ്പർച്യൂണിറ്റി, ഇതിന് വിൽ ഫൈൻഡ് ദ ഗിഫ്റ്റ് ഓഫ്. ഇവിടെ ഡെസ്പെയർ എപ്പോഴെങ്കിലും നിങ്ങൾ റെക്കഗ്നൈസ് ഡെസ്പെയർ ആസ് ആൻ ഓപ്പർച്യൂണിറ്റി, എപ്പോഴെങ്കിലും നിങ്ങൾ നിരാശയിലേതായ ഒരു അവസരം നിങ്ങൾക്ക് വരുന്നുണ്ട്. അവിടെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ ഒരു മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. എപ്പോഴാണ് നിങ്ങളുടെ ഉള്ളിൽ ഒരു നിരാശ ഉണ്ടാകുന്നത്, അതിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് അത്യാവശ്യ കാര്യമാണ്. അതിനെ നിങ്ങൾ പെട്ടെന്ന് തീർക്കാനായിട്ട് എന്തെങ്കിലും ശ്രമിക്കണം എന്നുള്ളതാണ്. ഒരു ശ്രമം നിങ്ങൾ അവിടെ കൊണ്ടുവരണം. അതിനെ നിങ്ങൾ തിരിച്ചറിയണം. എന്തുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴിതിങ്ങനെ സംഭവിച്ചത്? ഏതെങ്കിലും ഒരു പ്രശ്നത്തിലിരിക്കുന്നു, എന്തുകൊണ്ട് എനിക്ക് ഇപ്പോഴിത് സംഭവിച്ചു, അതിൻ്റെ റിയാലിറ്റി എന്താണ്, എങ്ങനെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്കത് മുന്നോട്ട് വരാൻ സാധിക്കും എന്നൊക്കെ നിങ്ങൾ തിരിച്ചറിയണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ഹയർ സെൽഫിന്റെ മെസ്സേജ് നോക്കാവേ. സഫറിങ് ഇൻ സൈലൻസ്. ആരൊക്കെയോ ഇപ്പോൾ സൈലൻസിനോട് സഫർ ചെയ്യുന്നുണ്ട്, ഏകാന്തതയോട് പൊരുതുന്നു എന്നുള്ളതാണ്. കാരണം ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളിൽ ആർക്കെങ്കിലും ഒക്കെ ഇപ്പോൾ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ടാവാം. എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്നൊക്കെയുള്ള ഒരു തോന്നലുണ്ട്. ഞാൻ സ്നേഹിച്ച പോലെ അവരെന്നെ സ്നേഹിക്കുന്നില്ല, ഞാനിവിടെ ഒറ്റപ്പെട്ടു പോയി, എന്നെ ആർക്കും വേണ്ടാതായി എന്നൊക്കെയുള്ള ചിന്തകളിൽ നിങ്ങളിവിടെ വിഷമിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷമം നിങ്ങൾക്ക് മാറ്റിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്പിരിച്വൽ വേയിലൂടെ വരിക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇവിടെ ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്സ് ആണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒക്കെ ഇവിടെ സഫലമാകാൻ പോകുന്നുണ്ട്, അച്ചീവ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ നമ്പർ 4 ആണ് വന്നിരിക്കുന്നത്. ഇവിടെ റെയിൻബോ കണ്ടില്ലേ? ഇവിടെ നിങ്ങൾക്ക് എന്താണ്, ഒരു വീടാണോ ആഗ്രഹം, നല്ലൊരു കുടുംബമാണോ ആഗ്രഹം, ഇതൊക്കെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഈ മാസം പുതിയ വീട്ടിലേക്ക് താമസം മാറാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കും. പുതിയ വീട് വാങ്ങിക്കാനും വീട്ടിലേക്ക് താമസം മാറാനും ലൈഫിനൊരു സ്റ്റെബിലിറ്റി വരുത്താനും ഈ ഒരു സമയത്ത് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇൻഡ്യൂഷനാണ് ബോട്ടം വന്നിരിക്കുന്നത്. അതായത് ഇവിടെ ഹാർട്ട് അറ്റാക്ക് ആൻഡ് ലോസ് ആണ്. ഇവിടെ നിന്ന് കുറച്ചൊക്കെ വിഷമം അനുഭവിക്കുന്ന എനർജി ഉണ്ട്. അതായത് 3 ഓഫ് സോഡിൻ്റെ എനർജിയാണ് ഹാർട്ട് അറ്റാക്ക് ആൻഡ് ലോസ് എന്ന് പറയുന്നത്. 3 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. എന്തൊക്കെ നഷ്ടബോധത്തിൽ വിഷമം അനുഭവിക്കുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ചിലപ്പോൾ പാർട്ട്ണർ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, ഇനി അതുമല്ല ഏതെങ്കിലും അസുഖത്തിൽ വിഷമിക്കുന്നുണ്ടാവാം, ഇനി അതുമല്ല ജീവിതത്തിൽ മറ്റുള്ളവരുടെ സ്വാധീനം നിമിത്തം ഒരുപാട് ഹൃദയം മുറിഞ്ഞ വേദന അനുഭവിക്കുന്നുണ്ടാവാം. അങ്ങനെയൊക്കെയാണ് ഇവിടെ ചില നഷ്ടങ്ങളെ ഓർത്ത് വിഷമിക്കുന്നു എന്നുള്ളതാണ്
കാണുന്നത്. ഇൻഡ്യൂഷൻ ഉണ്ടാവണം, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻഡ്യൂഷൻ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. കണ്ടല്ലേ, ആത്മീയമായ പാതയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഉൾവെളിച്ചം ഉണ്ടാകുന്നു, ഉൾവെളികൾ ഉണ്ടാകുന്നു, ഉൾവെളിച്ചത്തിലൂടെ ഉൾവെളികൾ ഉണ്ടാകുന്നു, ഇൻസൈറ്റ് ലഭിക്കുന്നു നിങ്ങൾക്ക് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻ വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഇതെന്ന് കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളിൽ പലർക്കും ഇൻഡ്യൂഷൻ വർദ്ധിക്കാനുള്ള സാധ്യതയാണ് എന്ന് കാണുന്നുണ്ട്. നമുക്ക് ഗണപതി ഭഗവാന്റെ ബ്ലെസ്സിങ് കൂടി ഒന്ന് നോക്കാം. മെസ്സേജസ് എന്താണ്? 3 കാർഡ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ റെവലേഷനാണ് വന്നിട്ടുണ്ട്, അക്സെപ്റ്റൻസ് വന്നിട്ടുണ്ട്, ഇൻസൈറ്റ് എന്ന് പറഞ്ഞതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് നമുക്ക് ഇൻസൈറ്റ് വന്നു കഴിഞ്ഞു. ഇൻസൈറ്റ് നിങ്ങളുടെ ഉൾവെളിച്ചം, അതായത് നിങ്ങളുടെ തേർഡ് ഐ ചക്ര ആക്റ്റീവ് ആകുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ അത് നിങ്ങൾ ആക്റ്റീവ് ആയില്ലെങ്കിൽ നിങ്ങൾ ആക്റ്റീവ് ആക്കി എടുക്കണം. മനസ്സിലായി? തേർഡ് ഐ ചക്ര ആക്റ്റീവ് ആകുമ്പോൾ നിങ്ങൾക്ക് ഉൾവെളികൾ ഉണ്ടാകും, ഉൾവെളിച്ചം ലഭിക്കും. ഉള്ളിലെ വെളിച്ചത്തിലൂടെയാണ് കാര്യങ്ങൾ സാധിക്കുന്നത്, അല്ല പുറത്തെ ലോകത്തിലല്ല നിങ്ങളുടെ കാര്യങ്ങൾ സാധ്യമാകുന്നത്. നിങ്ങളുടെ പ്രവൃത്തികൾ നടക്കുന്നത് നിങ്ങളുടെ ഉള്ളിലാണ്. മനസ്സിലായോ? സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റുന്ന ആദ്യം നിങ്ങളുടെ ഉള്ളിൽ രൂപീകരിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? സ്വപ്നം കണ്ടുവെങ്കിൽ മാത്രമേ ഉള്ളൂ അത് പിന്നീട് സഫലമാകുന്നത്. ഉൾവെളിച്ചം ഉണ്ടാകണം എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇൻസൈറ്റ് വർദ്ധിക്കുന്ന ഒരു സമയമാണ്, തേർഡ് ഐ ചക്ര ആക്റ്റീവ് ആകുന്ന ഒരു സമയമാണെന്നാണ് ഇവിടെ പറയുന്നത്. നമ്പർ 8 ആണ് വന്നിരിക്കുന്നത്. റെവലേഷനാണ്, വെളിപ്പെടുന്നു. പല കാര്യങ്ങളും ഇവിടെ വെളിപ്പെടാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങളുടെ യാഥാർത്ഥ്യം ഇപ്പോൾ വെളിപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ്. മനസ്സിലാക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിലുള്ള യാഥാർത്ഥ്യങ്ങൾ എന്താണ്, ആ പ്രശ്നങ്ങൾ എന്താണ്, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അതിൻ്റെതായ യാഥാർത്ഥ്യം വെളിപ്പെട്ട് കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അക്സെപ്റ്റൻസ് 11 ആണ് നമ്പർ വന്നിരിക്കുന്നത്. 11 അല്ല 12 ആണ്. അപ്പോൾ നമ്പർ 3 ആണ് വന്നിരിക്കുന്നത്. അക്സെപ്റ്റൻസ്, ബ്ലെസ്സിങ്സ് ആണ്, ദൈവാനുഗ്രഹം വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് വരുന്നു. ആ ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞ ചില സാഹചര്യം, ചില ഗിഫ്റ്റുകൾ, ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരാം, ചില ഗിഫ്റ്റുകൾ നിങ്ങളിലേക്ക് വരാം, ചില പുതിയ പുതിയ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു കഴിവ്, ചില സന്തോഷങ്ങളിലേക്ക് നീങ്ങാൻ ഒക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ നിങ്ങൾക്ക് എന്താണ് ഇവിടെ ഇൻസൈറ്റ് കണ്ടില്ലേ? ഈ ഒരു ഇൻസൈറ്റാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം കൊണ്ടുവരുന്നത് എന്ന് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് പോസിറ്റീവ് മൂവ്മെന്റ് ഫോർവേഡ് ആണ്, നമ്പർ 8 ആണ്. ഇവിടെ ഇൻസൈറ്റ് എത്രയാണ്? നമ്പർ 8 ആണ്. കണ്ടില്ലേ? അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട്, മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെ നേടിയെടുക്കാനായിട്ട് നിങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ടോ, അവിടെ നിങ്ങൾക്ക് നല്ല വെളിച്ചമാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾ ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് പോകുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നുണ്ട്. ഇവിടെ ഇരുളായിരുന്നു, കുറേ ദിവസങ്ങൾ കൊണ്ടേ ഇരുളായിരുന്നു, പ്രതീക്ഷകളൊന്നും സഫലമായില്ല. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വീണ്ടും മുന്നോട്ട് വളരെയധികം പ്രതീക്ഷയോടുകൂടി പോകാൻ സാധിക്കുന്നു, നിങ്ങൾക്കത് വെളിച്ചത്തിലേക്ക് എത്തിച്ചേരാനും സാധിക്കുന്നു എന്നുള്ളതാണ്. എല്ലാവരുടെയും പ്രതീക്ഷകളെല്ലാം സഫലമാകട്ടെ. അബണ്ടൻസിലേക്ക് പോകാൻ സാധിക്കുന്നു. അപ്പോൾ എല്ലാവരും സമ്പൽ സമൃദ്ധിയിലിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ ഫയൽ സെലക്ട് ചെയ്തവരുടെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ് ഇപ്പോൾ കഴിഞ്ഞത്. നിങ്ങൾക്ക് രണ്ടാമത്തേത് റെസൊണേറ്റ് ആയില്ല എങ്കിൽ ഒന്നാമത്തേതോട് കണ്ടു നോക്കാം. ഒന്നാമത്തെ ഫയൽ സെലക്ട് ചെയ്ത് കണ്ടില്ല, അല്ലെങ്കിൽ അത് റെസൊണേറ്റ് ആയില്ലെങ്കിൽ രണ്ടാമത്തെ ഫയലുകൾ കൂടി കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ റീഡിങ് ഇത്രയൊക്കെ ഉള്ളൂ. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിങ് വേണ്ടവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.